അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലി. സൂറ അൽ ബഖറയുടെ 2-ാമത്തെ ജുസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം ഖിബില മാറ്റാണ്. ഖിബില മാറ്റം എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ശരീഅത്തിൻ്റെ അവതരണമാണ്. പുതിയ ശരീഅത്തിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൻ്റെ പ്രത്യേകത പഴയ എല്ലാ ശരീഅത്തിൻ്റെയും സാരം, അതിൻ്റെയൊക്കെ സത്ത ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. പുതിയ ശരീഅത്ത് അതിലേക്ക് എല്ലാ കാര്യങ്ങളെയും ഇതിലേക്ക് സംശീകരിച്ചിട്ട് കണ്ടൻസ് ചെയ്തിട്ട് നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ ശരീഅത്തിൽ ഉള്ള ഒരുപാട് കുടുസായിട്ടുള്ള കാര്യങ്ങളെ ലഘൂകരിക്കുന്ന രീതിയിലുള്ള നിയമാവതരണം പുതിയ ശരീഅത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ പഴയ ശരീഅത്തിൽ തീരെ ഹിക്മത്തില്ലാതെ അല്ലെങ്കിൽ വെറുതെ ഒരു ആചാരപരമായിട്ടും ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ കൊണ്ടു നടന്നിരുന്ന കാര്യങ്ങളൊക്കെ പുതിയ ശരീഅത്ത് മാറ്റുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ 2-ാമത്തെ ഭാഗത്ത് കാണാൻ കഴിയും. പുതിയ ഇങ്ങനത്തെ ഒരു ശരീഅത്ത് അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയെ കൂടി ഉണ്ടാക്കുകയാണ്. കദാലിക ജഅൽനാക്കും ഉമ്മത്തൻ വസത്തൻ എന്ന് അതുകൊണ്ടാണ് ജുസിൻ്റെ തുടക്കം തന്നെ പറയുന്നത്. ആദ്യം പറയുന്നത് വിഡ്ഢികളായ ആളുകൾ പറയും എന്താണ് അവരെ പുതിയ ഖിബിലയിലേക്ക് തിരിക്കാൻ കാരണം. ഓരോ ജനതക്കും അവരുടേതായ ഒരു മനഹജ് ഉണ്ട്, ഓരോ ജനതക്കും അവരുടേതായ ആചാര രീതികളും ഒക്കെ ഉണ്ട്, പ്രവാചകന്മാരുണ്ട്, അവർക്ക് വേദഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്നു. എല്ലാം അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു ഈ ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ അള്ളാഹുവിൻ്റെ തന്നെയാണ്. നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുന്നതിലല്ല പുണ്യം എന്ന് നമുക്ക് ഈ 2-ാമത്തെ ഭാഗത്ത് കാണാൻ കഴിയും. മറിച്ച് അള്ളാഹു എങ്ങോട്ട് പറയുന്നു അങ്ങോട്ട് തിരിയലാണ്. അപ്പോൾ അള്ളാഹു ഇനിയൊരു പുതിയ ശരീഅത്ത് അവതരിപ്പിച്ച് അതിലേക്ക് എല്ലാവരും വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വരലാണ്, പഴയതിലേക്ക് പിടിച്ചു നിൽക്കലല്ല. അപ്പോൾ അള്ളാഹു എന്ത് കൽപ്പിക്കുന്നു അത് ചെയ്യലാണ് പുണ്യം. അങ്ങനെ പുണ്യത്തിൻ്റെ ബിറിൻ്റെ അടിസ്ഥാനം എന്താണെന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് 2-ാമത്തെ ജുസിൽ. ബിർ എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള ഈമാനാണ്. അതാണ് ബിറിൻ്റെ ഏറ്റവും അടിസ്ഥാനം. പുതിയ ശരീഅത്തിലേക്ക് ക്ഷണിക്കുന്നതോടുകൂടെ ഞാൻ പറഞ്ഞു ഒരു കമ്മ്യൂണിറ്റിയും കൂടെ പിറവിയാണ്. അതുകൊണ്ട് നിങ്ങൾ ബെസ്റ്റ് കമ്മ്യൂണിറ്റിയാണെന്ന് സഹാബാക്കളോട് പറയുന്നു. അപ്പോൾ കദാലിക ജഅൽനാക്കും ഉമ്മത്തൻ വസത്തൻ, ഏറ്റവും ബെസ്റ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് നിങ്ങളാക്കിയിട്ടുണ്ട്. എന്തിനാണ്? നിങ്ങൾ ജനങ്ങൾക്കിനി സാക്ഷ്യം നിൽക്കാനാണ്. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പുതിയ ശരീഅത്തിൽ പഴയ ശരീഅത്തിൻ്റെ പല കാര്യങ്ങളെയും തിരുത്തുന്നത് കാണാം. തിരുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചില സമീപന രീതികൾ. പഴയ ശരീഅത്ത് വളരെ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യുന്നതാണ് ശരീഅത്തൊക്കെ. പ്രവാചകന്മാർ പഠിപ്പിച്ചതിന് ശേഷം ഒരുപാട് കാലത്തെ വലിയ പ്രോസസ്സിലൂടെയാണ് ശരിയ നിയമങ്ങളൊക്കെ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ടായിട്ടുള്ളത്. അതൊരു പ്രവാചകൻ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ അവരെല്ലാ കാലവും പ്രിസർവ് ചെയ്യുകയല്ല. അത് ഡൈനാമിക്കലി ചേഞ്ച് ചെയ്ത് വരും. അതിൻ്റെ ഇടയിൽ ഒരുപാട് മറ്റ് നബിമാരുടെയും അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഒക്കെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രോസസ്സിലൂടെ നിയമങ്ങളൊക്കെ ഇൻട്രപ്രറ്റ് ചെയ്ത് പുതിയതായിട്ട് വരും. അങ്ങനെ വന്ന നിയമങ്ങളിലൊക്കെ ഒരുപാട് കുടുസതകളൊക്കെ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള കുടുസതകളൊക്കെ വലിയ സ്ട്രിക്ട്നെസ്സിനൊക്കെ നീക്കുന്നതായിട്ട്, അതിലൊക്കെ തഖ്ഫീഫ്, ഒരു ലഘൂകരണം നൽകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അള്ളാഹു ഇതിൽ സൗമ്, നോമ്പിനെക്കുറിച്ച്, ഹജ്ജിനെക്കുറിച്ച്, അതുപോലെ ജിഹാദിനെക്കുറിച്ച്, ഇൻഫാഖിനെക്കുറിച്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഖംർ, മൈസിർ, ത്വലാഖ്, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ 2-ാമത്തെ ജുസിൽ നമുക്ക് വിശദമായിട്ട് തന്നെ പ്രതിപാദിക്കുന്ന കാണാൻ കഴിയും. അതിൽ വളരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു സാധനം യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, സബർ കൊണ്ട് സഹായം തേടുക എന്നുള്ളതാണ്. ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് സബർ തന്നെയാണ് സ്വലാത്ത്. അതുകൊണ്ടാണ് ഇസ്തഈനു ബിസ്സബ്രി എന്ന് പറഞ്ഞിട്ട് വസ്സല, സ്വലാത്ത് കൊണ്ട് നിങ്ങൾ സഹായം തേടുക. ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, അള്ളാഹു സ്വാബിരീങ്ങളോടൊപ്പമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സബർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോടൊപ്പം നിൽക്കലാണ്, അള്ളാഹുവിൻ്റെ കൂടെ അടിയുറച്ച് നിൽക്കലാണ് സബർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നല്ലാഹ മഅ സ്വാബിരീൻ എന്ന് പറഞ്ഞത്. അള്ളാഹുവിനോടൊപ്പമാണ് സബർ ചെയ്യുന്നവർ, അള്ളാഹു അവരോടൊപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിനോടൊപ്പം അടിയുറച്ച് നിൽക്കലാണത്. അങ്ങനെ അടിയുറച്ച് നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രകടനം സ്വലാത്ത് തന്നെയാണ്. അതുകൊണ്ട് സ്വലാത്ത് തുടക്കത്തിൽ ഉസ്തഈനു ബിസ്സബ്രി വസ്സലാ എന്ന് പറഞ്ഞിട്ട് ഈ ജുസിൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്തിലും പറയുന്നത് വഹാഫിളു അല സ്വലവാത്ത് എന്ന, നിങ്ങൾ നിസ്കാരങ്ങൾ നല്ലപോലെ മുറപ്രകാരം നിർവഹിക്കണം എന്നാണ്. സ്വലാത്തുൽ ഉസ്ത എന്ന് പറയുന്നുണ്ട്. അതായത് ഏറ്റവും നല്ല രീതിയിൽ എന്നുള്ള അർത്ഥത്തിലാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക നിസ്കാരത്തെക്കുറിച്ചാണ് എന്നും അത് ഇന്ന നിസ്കാരമാണെന്നൊക്കെ വ്യത്യസ്ത അഭിപ്രായം കാണാം.
അതിൻ്റെ യാഥാർത്ഥ്യം അത് ലുഹറാണ്, അസറാണ്, മഗ്രിബാണ് എന്നൊക്കെയുള്ള എല്ലാ നിസ്കാരമാണെന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം ഇതെല്ലാ നിസ്കാരമാണെന്നുള്ളതാണ്. എല്ലാ നിസ്കാരവും മുറപ്രകാരം നിർവഹിക്കലാണ് ഏറ്റവും നല്ല രീതിയിലുള്ള നിസ്കാര നിർവഹണം എന്ന് പറയുന്നത്. അതിൻ്റെ ഇഖാമത്ത് എന്ന് പറയുന്നത് അതാണ്. മാത്രമല്ല അതിനെ തുടർന്നിട്ട് ഈ യുദ്ധവേളയിൽ, യാത്രവേളയിലൊക്കെയുള്ള നിസ്കാരത്തെക്കുറിച്ചാണ് പിന്നെ പരാമർശിക്കുന്നത്. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ, യാത്രയുടെയും യുദ്ധത്തിൻ്റെയൊക്കെ അവസരങ്ങളിലൊക്കെ ഈ സ്വലാത്തിൻ്റെ ഹിഫാലത്ത് ഉണ്ടാകണം എന്നാണ്. സ്വലാത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഖിതാല് നമുക്ക് ഈ ഭാഗത്ത് നന്നായിട്ട് പറയുന്ന കാണാൻ കഴിയും. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹ്. അത് സ്വബറും സ്വലാത്തുമായിട്ട് അതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ മരിച്ചവരാണെന്ന് പറയരുത്, ബൽ അഹ്യാഉൻ, അവർ ജീവിക്കുന്നവരാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിക്കുന്നവരാണ്. ഇനി മൂന്നാമത്തെ ജുസ് വരുമ്പോൾ എന്താണ് ജീവൻ എന്നവിടെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് അവർ ജീവിക്കുന്നവരാണ്. വലാക്കിൻ ലാ യശഊറൂൻ, വലാക്കിൻ ലാ തശഊറൂൻ, നിങ്ങളത് അറിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ ഹജ്ജ്, സൗമ് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. ഹജ്ജിൻ്റെ വിഷയത്തിലും അതുപോലെ ആഹാരങ്ങളുടെ ഹലാലും ഹറാമുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കാര്യം പറയുമ്പോഴൊക്കെ പഴയ നിയമത്തിലുള്ള, അതായത് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ പഠിപ്പിച്ച ഹറാമ് ഹലാല് കാര്യങ്ങൾ മാറ്റിമറിക്കപ്പെട്ടിട്ടുണ്ടെന്നും അല്ലെങ്കിൽ കിതാബിലുള്ള കാര്യം മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്ന കാണാൻ കഴിയും. ഇന്ന സൊഫാ വൽ മർവത മിൻ ശആയിരില്ല, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ് സൊഫയും മർവയും. അറബികൾ കൊണ്ടുനടന്നിരുന്ന ഹജ്ജ്, അതിലെ പല കർമ്മങ്ങളും ബൗദ്ധൈവപരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാകുക. അള്ളാഹു പറയുന്നു സൊഫാ മർവയിലുള്ള തവാഫൊക്കെ അത് നിങ്ങൾ ചെയ്യണം, അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ഹജ്ജിൻ്റെ വിഷയം പറഞ്ഞ ഉടനെ ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ ഹുദ, അള്ളാഹു ഇറക്കിയ സന്മാർഗത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ മറച്ചു വെച്ച ആൾ, അവരെക്കുറിച്ചാണ് പറയുന്നത്. അവർക്ക് ലഅനത്തുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു സംഗതി, ഹജ്ജ് പോലത്തെ കർമ്മം പൂർണ്ണമായിട്ടും ബനു ഇസ്രായേലിൽ കാണപ്പെടാതിരിക്കാനുള്ള ഒരു കാരണം അത് മറച്ചു വെക്കപ്പെട്ടത് കൊണ്ടാണ് എന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഹറാം ഹലാലിൻ്റെ വിഷയം പറയുമ്പോൾ ഇന്നമ ഹറമ അലൈക്കുമുൽ മൈത്തത്ത് വദ്ദമ ലഹ്മൽ ഖിൻസീർ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ അവിടെ പന്നിമാംസം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു, അതുപോലെ അള്ളാഹു അല്ലാത്തതിൻ്റെ പേരിൽ അറുത്തത്, ഡെഡായിട്ടുള്ള കാര്യങ്ങൾ, ദം, രക്തം, ഇതൊക്കെ ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പറയുന്നത് ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ് എന്ന, നിയമത്തിൽ അള്ളാഹു അവതരിപ്പിച്ച കാര്യങ്ങളെ മറച്ചു വെക്കുക. അവിടെയും ഈ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിയമത്തിൽ നേരത്തെയുള്ള കിതാബിലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒട്ടകമാംസമൊക്കെ ഹറാമായിട്ട് ബനു ഇസ്രായേലിൽ കരുതിയിട്ടുള്ളത്. അതുപോലെ ഹറാമിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള നിയമം അവർ കൊണ്ടുനടക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം അത്തരം നിയമങ്ങളിലുള്ള ലഘൂകരണമാണ് ഈ ഭാഗത്ത് നമ്മൾ കാണാൻ കഴിയുന്നത്. അതുപോലെ ഇത്തരം കാര്യങ്ങളല്ലാതെ ശിക്ഷാവിധികൾ പോലെയുള്ള വിഷയങ്ങളിൽ അള്ളാഹു പറയുന്നു യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, കൊലയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ഖിസാസ് നിയമമാക്കിയിരിക്കുന്നു. കൊല ചെയ്യപ്പെട്ട ആളുടെ ഉറ്റബന്ധുവിന് കൊലയാളിക്ക് മാപ്പ് കൊടുക്കുകയും ഒരു ഫിദിയ വാങ്ങുകയൊക്കെ ചെയ്യാം. അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മ, അത് അള്ളാഹുവിൽ നിന്നുള്ളൊരു തഖ്ഫീഫാണ്, ഒരു ലഘൂകരണമാണ്. നേരത്തെയുള്ള കടുത്ത നിയമത്തിൽ നിന്നുള്ള ഒരു റിലാക്സേഷനാണ്. അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. മാത്രമല്ല വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, ഖിസാസിൽ നിങ്ങൾക്ക് ഹയാത്തുണ്ട്, അങ്ങനെ നിങ്ങൾ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. അതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. അവിടെയും കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് കഴിഞ്ഞ കമ്മ്യൂണിറ്റിക്ക് നിയമമാക്കിയതുപോലെ തന്നെ. അപ്പോൾ നോമ്പിൻ്റെ കാര്യം പറയുമ്പോൾ നോമ്പിലും വളരെ കടുത്ത നിയമങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതേപോലെ തന്നെ ഇത്തരം ആരാധനകളുടെ സ്പിരിറ്റ് ചോർന്നു പോയിട്ട് അതിൻ്റെ ഒരു ബാഹ്യമായിട്ടുള്ള കർമ്മം മാത്രം അവശേഷിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അള്ളാഹു അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നോമ്പിൻ്റെ നിയമം പറയുന്ന സമയത്ത് ഒഹില്ലലക്കും ലൈലത്തു സിയാമി അറഫസു ഇലാ നിസായിക്കും, സ്ത്രീകളുമായിട്ടുള്ള സംസർഗം അള്ളാഹു ഹലാലാക്കിയതായിട്ട് പറയുന്നു. അതും ഒരു ലഘൂകരണമാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു ലഘൂകരിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. ഹജ്ജിൻ്റെ വിഷയം പറയുമ്പോഴും ഈ ഒരു സ്പിരിറ്റ് ചോർന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് യസലൂനക അനില്ലാഹില്ല, ഹജ്ജിൻ്റെ മാസങ്ങളെക്കുറിച്ച് അവർ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഖുൽഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്, ഹജ്ജിനുള്ള ജനങ്ങൾക്കുള്ള സമയമാണത്. ലൈസൽ ബിർ, അവിടെയും ബിർ എന്താണെന്ന് പറയുന്നുണ്ട്. ബിർ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ആയത്തിൽ ബിർ എന്താണെന്ന് പറയുന്നുണ്ട്. ലൈസൽ ബിർ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയലല്ല ബിർ എന്ന് പറയുന്നത്. ഏതെങ്കിലും അള്ളാഹു അവതരിപ്പിച്ച ഒരു രീതി മാത്രം ഫോളോ ചെയ്യലല്ല, അള്ളാഹു എന്താണോ പറയുന്നത് ചെയ്യലാണ്. എന്ന പോലെ തന്നെ ഹജ്ജിൻ്റെ കാര്യം പറയുമ്പോൾ അള്ളാഹു പറയുന്നു ബിറെന്ന് പറയുന്നത്
ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹു പറയുന്നത് ലൈസൽ ബിറു ബിയൻ തൗത്തുൽ ബുയൂത മിൻ ളുഹൂരിഹ, നിങ്ങളുടെ വീടുകളിൽ അതിൻ്റെ പിറകു വശത്തൂടെ പ്രവേശിക്കലല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ആചാരം കൊണ്ട് നടക്കുന്നുള്ളതല്ല ബിർ എന്ന് പറഞ്ഞിട്ട് ഇത്തരം കർമ്മങ്ങളുടെ കോർ എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ യഹൂദരുടെ മുനാഫിക്കുകളുടെ ആറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് അവരിൽ ഭൗതികത മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഹജ്ജ് പോലെയുള്ളതിൽ ഹജ്ജ് നിർബന്ധമാക്കപ്പെടുമ്പോൾ വരികയും എന്നാൽ അവർ പിന്തിരിഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളായി മാറുകയും ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ അള്ളാഹു പറയുന്നുണ്ട്. അവർ ദുന്യവിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. ദുന്യവിയായ ആവശ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും താഴ്ന്ന കാര്യങ്ങളാണ്. അപ്പോൾ മുനാഫിക്കുകളുടെ വിഷയത്തിൽ അവർ വെറും ഒരു ദുന്യവിയായിട്ടുള്ള ഏറ്റവും ലോ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലതും കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് ഹംറ്, മൈസിർ, അതിനെ തുടർന്ന് സ്ത്രീകളുടെ വിഷയവും ഇതൊക്കെ ഒരൊറ്റ ലൈനിൽ വരാൻ കാരണം കള്ള്, ചൂതാട്ടം, സ്ത്രീ എന്നുള്ളതൊക്കെ ഇതൊക്കെ ദുന്യാവിൻ്റെ സീനത്തായിട്ടാണ് കൊണ്ടു നടന്നിരുന്നത്. അവരെക്കുറിച്ചാണ് പറയുന്നത് സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ്ദുന്യ, ദുന്യാവിലെ ജീവിതമാണ് അവർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നത്. അവർ കള്ളും ചൂതാട്ടമൊക്കെ പോലെ തന്നെയാണ് സ്ത്രീകളെയും കാണുന്നത്. സ്ത്രീകളോടുള്ള സമീപനവും അതുപോലെ തന്നെയാണ്, ഒരു വേൾഡിലി എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ്ദുന്യ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു ഈ ഹംറിൻ്റെയും മൈസറിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിട്ട് നിസാവുക്കും ഹർസുല്ലക്കും എന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. സ്ത്രീകൾ നിങ്ങൾക്ക് ആഖിറത്തിലേക്കുള്ള വിഭവങ്ങൾ കൊയ്യാനുള്ള കൃഷിയിടാണ്. അവിടെയും അള്ളാഹു ആഖിറവുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. കാരണം വഖദ്ദിമൂലി അംഫുസിക്കും, നിങ്ങൾ നാളേക്ക് വേണ്ടി ഒരുക്കി വെക്കണമെന്ന് അതിനെ തുടർന്ന് പറയാണ്. പിന്നെ ഈ ഭാഗത്ത് ത്വലാഖുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത്. ത്വലാഖിൻ്റെ വളരെ വിശദമായ നിയമങ്ങൾ പറയുന്നുണ്ട്. ത്വലാഖ് മറത്താൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സ്പിരിറ്റ് പറയുന്നത് അവരെ നിലനിർത്തുകയാണെങ്കിൽ മഅറൂഫ് അനുസരിച്ചിട്ട് നിലനിർത്തണം, അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങളൊക്കെ കൊടുക്കുക, അള്ളാഹു റസൂലും പറഞ്ഞ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് അതുപോലെ നാട്ടിൽ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കോമൺ ആയിട്ടുള്ള നന്മകളൊക്കെ അവരുടെ കാര്യത്തിൽ ചെയ്തു കൊടുത്തുകൊണ്ട് അവകാശങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ നിലനിർത്തുക. അല്ലെങ്കിൽ ഔ തസ്രിഹും ബി എഹ്സാൻ, എഹ്സാനോടുകൂടെയാണ് അവരെ പിരിച്ചുവിടേണ്ടത്. അപ്പോൾ പിരിച്ചുവിടുന്ന കാര്യത്തിൽ മഅറൂഫിനേക്കാൾ മേലെ വരുന്നൊരു സാധനമാണ് എഹ്സാൻ എന്ന് പറയുന്നത്. പിരിച്ചുവിടുകയാണെങ്കിൽ അവരുമായിട്ട് ബന്ധം ഒഴിവാകുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിലായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നിയമങ്ങൾ പറയുന്നത്. ഇങ്ങനെയാണ് ത്വലാഖ് വേണ്ടത്, ത്വലാഖ് ചെയ്യപ്പെട്ട സ്ത്രീക്ക് ഇന്ന അവകാശങ്ങളുണ്ട് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ വിശദാംശങ്ങളും ഇവിടെ പറയാൻ കാരണമാണ്. എഹ്സാനോട് കൂടെയാണ് ഇരിക്കണം പിരിയൽ. പിരിഞ്ഞതിന് ശേഷം പരസ്പരം കുറ്റപ്പെടുത്തലോ ചീത്ത പറയലോ അല്ലെങ്കിൽ ഈബത്ത് പറയലോ ഒന്നും നടക്കാൻ പാടില്ല. ത്വലാഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ജുസ് നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് നിസ്കാരം മുറപ്രകാരം നിർവഹിക്കണമെന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു ഖിതാലിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിഹാദ് ചെയ്യുന്നു. ജിഹാദിൻ്റെ കാര്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ജിഹാദ് ചെയ്യുന്നു, എല്ലാ നബിമാരും അങ്ങനെ ചെയ്തിരുന്നു. നീതിക്ക് വേണ്ടിയിട്ട് അവർക്ക് അള്ളാഹുവിൻ്റെ ദീന് നടപ്പിലാക്കുന്നതിന് തടസ്സം വരുമ്പോൾ അവർ എല്ലാ നബിമാരും ചെയ്തതുപോലെ റസൂലും ചെയ്യുന്നു. അപ്പോൾ മുൻകഴിഞ്ഞ കൗമിൽ, പ്രത്യേകിച്ച് ജൂതരിൽ, അവരുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ട്. ആ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഭാഗം അവസാനിക്കുന്നത്. അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറയുന്നത് തിൽക്കായാത്തുല്ലാഹി നത്ലുഹാ അലൈക ബിൽ ഹഖ് വ ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായിട്ടും താങ്കൾ മുർസലീങ്ങളിൽപ്പെട്ടതാണ്, ഇതെല്ലാം റസൂലും ചെയ്തതാണ്. അപ്പോൾ അതിന് ശേഷം മൂന്നാമത്തെ ജുസ് തിൽക്ക റസൂൽ തൊട്ട് തുടങ്ങുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഞാൻ അക്കാര്യം വിശദീകരിക്കാം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.